ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള മാതൃകാ ടൗൺഷിപ്പിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്നും അടുത്ത മാസം ആദ്യഘട്ട വീടുകളുടെ കൈമാറ്റം നടത്തുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥിരമായി കാണുന്നവരാണ് നമ്മളെന്നുള്ളതുകൊണ്ട് ആദ്യം മുതലുള്ള കഥ പറയേണ്ട കാര്യമില്ല. ഇന്നിവിടെ അവസാനഘട്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധനയ്ക്ക് വേണ്ടിയാണ് എത്തിച്ചേർന്നത്. നമ്മുടെ ജനപ്രതിനിധികളും ജില്ലാ കളക്ടറും സ്പെഷ്യൽ ഓഫീസറും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ടറും ഒക്കെ അടക്കമുള്ള സെക്രട്ടറിയും ഒക്കെ അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ ജനപ്രതിനിധികളും മുനിസിപ്പൽ ചെയർമാൻ, വൈസ് ചെയർമാൻ, പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും അവിടുത്തെ വീട് ലഭ്യമായിട്ടുള്ള ചില ഗുണഭോക്താക്കളും ഉൾപ്പെടെയുള്ള ആളുകളെ ഈ വരവിൽ വീണ്ടും കാണുകയുണ്ടായി. വളരെ വേഗതയിലാണ് നടപടിക്രമങ്ങൾ നടന്നു പോകുന്നത് എന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞു. 289 വീടുകളുടെ വാർപ്പ് ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. 312 വീടുകളുടെ ഫൗണ്ടേഷൻ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. 410 വീടുകളാണ് ഇതിനകത്ത് ആകെ നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. 325-നും 50-നും ഇടയിലുള്ള ഗുണഭോക്താക്കളെയാണ് അതിനകത്ത് ഇപ്പോൾ നിശ്ചയിച്ചു വന്നിട്ടുള്ളത്. അവർക്കാവശ്യമായിട്ടുള്ള വീടുകളുടെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അവസാനത്തെ കേന്ദ്രത്തിലേക്ക് തുറസായ ഒരു സ്ഥലത്ത് ചെന്ന് നിന്നപ്പോൾ മാധ്യമപ്രവർത്തകർ തുറസായ സ്ഥലത്ത് എന്താണ് നോക്കുന്നത് എന്ന് ചോദിച്ചു. അവിടെ ഈ ഫെബ്രുവരി മാസത്തിൽ നടത്താൻ പോകുന്ന ഉദ്ഘാടന ചടങ്ങിൻ്റെ വേദി ഉൾപ്പെടെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് തന്നെയാണ് നോക്കുന്നത് എന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും നമ്മൾ തീരുമാനിച്ചതനുസരിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ജൂലൈ 30-ന് ഈ നടപടിക്രമമുണ്ടായി. സെപ്റ്റംബർ മാസത്തിൽ തന്നെ ചെറിയ ദിവസത്തിനുള്ളിൽ ദുരന്തബാധിതരെ താമസിപ്പിക്കാനുള്ള എൽസ്റ്റോൺ ഉൾപ്പെടെയുള്ള എസ്റ്റേറ്റുകൾ ഏറ്റെടുത്തുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളിലേക്ക് നമ്മൾ പോയി. ഏപ്രിൽ 14-ാം തീയതി ഔപചാരികമായി പണമടച്ചുകൊണ്ട് ഏപ്രിൽ 13-ാം തീയതി രാത്രി ഈ സ്ഥലം ജില്ലാ കളക്ടർ പണം അടച്ചുകൊണ്ട് നമ്മൾ ഔപചാരികമായി ഏറ്റെടുത്തു. നിർഭാഗ്യവശാൽ ഏപ്രിൽ മാസം 22-ാം തീയതി തുടങ്ങിയ മഴയാണ്. ഡേറ്റ് വരെ കൃത്യമായിട്ട് എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. കാരണം ആ ദുരിതപർവ്വത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഏപ്രിൽ 22-ന് ആരംഭിച്ച മഴ യഥാർത്ഥത്തിൽ ഒന്ന് തോർന്നു കിട്ടുമ്പോൾ നവംബർ മാസമായി. പക്ഷേ ലോകത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ, കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിൽ അത്ഭുതകരമായ അടയാളപ്പെടുത്തൽ നടത്തിക്കൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. കൃത്യമായ പ്ലാനിംഗ് ആണ് അതിൻ്റെ അടിസ്ഥാനം. നിങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ഇത് റോഡ് പോലെ കിടക്കുന്നതായതുകൊണ്ട് റോഡാണെന്ന് നിങ്ങൾ തെറ്റിയിരിക്കും. റോഡല്ല, ഇവിടെ വീട് വരേണ്ട സ്ഥലമാണ്. പിന്നെന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒപ്പം ഇവിടെ വീട് വരാത്തത്? അന്ന് നല്ല കനത്ത മഴ വന്നപ്പോൾ നിലനിൽക്കുന്ന പ്ലാനിൽ ഞങ്ങളൊരു മാറ്റം വരുത്തി. ഈ വീട് വെക്കേണ്ട സ്ഥലം തൽക്കാലം മെറ്റീരിയൽസ് കൊണ്ടുപോകാനുള്ള റോഡായിട്ട് ഉപയോഗിക്കുകയും അത് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടാക്കി മറ്റൊരു വഴിയിലൂടെ മെറ്റീരിയൽ കൊണ്ടുവരാൻ പറ്റുമ്പോൾ ഇവിടെ വീട് പണിയുകയും, ഇങ്ങനെ ഓരോ ഘട്ടത്തിലും സാധ്യതകൾക്കനുസരിച്ച് പ്ലാൻ മാറ്റിയാണ് 289 വീടുകൾ വാർക്കാനും 312 വീടുകളുടെ ഫൗണ്ടേഷൻ ഇടാനും വേണ്ടി തീരുമാനിച്ചത്. ദുരന്തത്തിന് ശേഷം സർക്കാർ ഉറപ്പു നൽകിയ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. മറിച്ചുള്ളതെല്ലാം വ്യാജ പ്രചാരണങ്ങളാണ്. വീടുകൾ കൈമാറിയാൽ അന്ന് തന്നെ താമസം ആരംഭിക്കുന്ന തരത്തിൽ എല്ലാ പണികളും പൂർത്തിയാക്കിയാവും വീടുകൾ കൈമാറുക എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കർണാടക സർക്കാർ വീട് നിർമ്മാണത്തിനായി നൽകിയത് 10 കോടി രൂപയാണ്. വീട് നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ പണം നൽകിയിട്ടില്ല. ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാരിന് നിഷ്പ്രയാസം സാധിക്കുമെന്നിരിക്കെ കേന്ദ്ര സർക്കാർ നിഷേധാത്മക സമീപനമാണ് സ്വീകരിക്കുന്നത്. കടം എഴുതിത്തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ ചുമതലപ്പെടുത്തുന്ന സെക്ഷൻ 13 എടുത്തു കളഞ്ഞ് ദുരന്തബാധിതരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ മാനുഷിക പരിഗണന നൽകി ദുരന്തബാധിതരെ സഹായിക്കുന്നുണ്ട്. വാടക കൃത്യമായി നൽകാനും ജീവനോപാധി നൽകാനും സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. കച്ചവടക്കാർക്കുണ്ടായ നഷ്ടം പരിഹരിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു. രാജ്യത്തെ മറ്റൊരു ദുരന്തബാധിതരെയും ഇതുപോലെ ഒരു സർക്കാരും ചേർത്ത് നിർത്തിയിട്ടില്ല. ഇതെല്ലാം വിസ്മരിച്ചാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി ഉയരുന്ന ടൗൺഷിപ്പിൽ 289 വീടുകളുടെ വാർപ്പ് പൂർത്തിയായി. 5 സോണുകളിലായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. 1700-ലധികം തൊഴിലാളികളാണ് ദിവസേന ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ ഭാഗമാവുന്നത്. വാർപ്പ് കഴിഞ്ഞ വീടുകളിൽ പ്ലംബിംഗ്, തേപ്പ്, ഫ്ലോറിംഗ് എന്നിവ അതിവേഗം പൂർത്തിയാക്കുന്നുണ്ട്.